Now let's see the chemistry of enzymes. നമ്മൾ ആദ്യം പറഞ്ഞു കെമിക്കലി എൻസൈംസ് ആർ പ്രോട്ടീൻസ്, ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആയിരിക്കും മോസ്റ്റ്ലി എൻസൈംസ്. ഈ പ്രോട്ടീൻസ് ആയിട്ടുള്ള എൻസൈംസ് ചിലപ്പോൾ സിമ്പിൾ പ്രോട്ടീൻസ് ആയിരിക്കും, അതല്ലെങ്കിൽ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് ആയിരിക്കാം. അപ്പോൾ സിമ്പിൾ പ്രോട്ടീൻസ് ആണ് എൻസൈം എങ്കിൽ ദേ കണ്ടെയ്ൻ ഓൺലി അമിനോ ആസിഡ്സ്. അപ്പോൾ സിമ്പിൾ പ്രോട്ടീൻ എൻസൈംസ് കണ്ടെയ്ൻ ഓൺലി അമിനോ ആസിഡ്സ്. ഇനി കോൺജുഗേറ്റഡ് പ്രോട്ടീൻ എൻസൈംസ് ആണെങ്കിൽ ദേ കണ്ടെയ്ൻ എ പ്രോട്ടീൻ പാർട്ട് ആൻഡ് എ നോൺ പ്രോട്ടീൻ പാർട്ട്. കോൺജുഗേറ്റഡ് പ്രോട്ടീൻ എൻസൈംസ് പേരിൽ നിന്ന് തന്നെ അറിയാം, കോൺജുഗേറ്റഡ് എന്തോ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻസൈംസ് പ്രോട്ടീൻസ് ആണ്, ആ പ്രോട്ടീൻ പാർട്ടിൻ്റെ കൂടെ തന്നെ ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും കൂടെ ഉണ്ടാവും. The non-protein part of enzymes is known as cofactor. ഇങ്ങനെ എൻസൈമിൻ്റെ കൂടെ എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ടിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആ നോൺ പ്രോട്ടീൻ പാർട്ടിനെ കോഫാക്ടർ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് പ്രോട്ടീൻ പാർട്ടും നോൺ പ്രോട്ടീൻ പാർട്ടും കൂടെ ചേരുമ്പോഴാണ് അത് എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഫാക്ടർ എന്ന് പറയുന്ന സാധനം ആർ ഓഫ് 3 ടൈപ്സ്, 3 തരം നോൺ പ്രോട്ടീൻ പാർട്സ് ആണ് എൻസൈംസിൽ കാണപ്പെടാറുള്ളത്. ആദ്യത്തേതാണ് കോ എൻസൈംസ്. ദീസ് ആർ കോഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ദ എൻസൈം. അപ്പോൾ എൻസൈം പ്രോട്ടീൻ പാർട്ടുണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് നോൺ പ്രോട്ടീൻ പാർട്ട് ഈസ് എ കോ എൻസൈം. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ആൻ എൻസൈം വിച്ച് ഈസ് ലൂസ്ലി ബൗണ്ട് ടു ദ പ്രോട്ടീൻ പാർട്ട്. ഇപ്പോൾ ഒരു എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ടിലേക്ക് ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള നോൺ പ്രോട്ടീൻ പാർട്ടിനെയാണ് കോ എൻസൈം എന്ന് പറയുന്നത്. എക്സാമ്പിൾ, അപ്പോൾ ഈ കോ എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്ന നോൺ പ്രോട്ടീൻ പാർട്സ് ന്യൂക്ലിയോടൈഡ്സ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ NAD, നിക്കോട്ടിനാമൈഡ് അഡനിൻ ഡൈന്യൂക്ലിയോടൈഡ്, അത് ഒരു കോ എൻസൈമായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഇനി അത് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ആകാം. പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ആവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ടൈറ്റ്ലി ബൗണ്ട് ടു ദ പ്രോട്ടീൻ പാർട്ട്. കോഫാക്ടർ വിച്ച് ഈസ് ഫേംലി ബൗണ്ട് ടു ദ പ്രോട്ടീൻ ആർ കോൾഡ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്സ്. എക്സാമ്പിൾ ഫ്ലാവിൻസ്, ഹീം, നമ്മുടെ ഹീമോഗ്ലോബിനിലെ ഹീമില്ലേ, അതെല്ലാം പ്രോസ്തറ്റിക് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഇതല്ലെങ്കിൽ ഇതൊരു മെറ്റാലോ എൻസൈം ആവാം. മെറ്റാലോ എൻസൈം എന്ന് വെച്ചാൽ പ്രോട്ടീൻ പാർട്ടിൻ്റെ കൂടത്തിലേക്ക് ഒരു മെറ്റലായിരിക്കും കോഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. കോഫാക്ടർ കണ്ടെയ്നിങ് എ മെറ്റൽ അയോൺ ലൈക്ക് സിങ്ക്, manganese, magnesium, etc. firmly bound to the enzyme are metalloenzymes. Metalloenzymes are conjugated proteins in which metal ions like Zn2+, manganese 2+, magnesium 2+, etc. are firmly bound to the enzyme. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എൻസൈമിൻ്റെ സ്ട്രക്ചർ. എൻസൈംസ് ആർ പ്രോട്ടീൻസ്. സിമ്പിൾ പ്രോട്ടീൻസ് ആകാം, കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് ആകാം. കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് ആണെങ്കിൽ ആ നോൺ പ്രോട്ടീൻ പാർട്ടിന് പറയുന്ന പേരാണ് കോഫാക്ടർ. കോഫാക്ടർ തന്നെ 3 തരം ഉണ്ടാവും: കോ എൻസൈം, പ്രോസ്തറ്റിക് ഗ്രൂപ്പ്, മെറ്റാലോ എൻസൈംസ്. ഓക്കെ, ഇനി ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എൻ എൻസൈം ഈസ് കോൾഡ് ഹോളോ എൻസൈം. സിമ്പിൾ പ്രോട്ടീനിൽ ഹോളോ എൻസൈം തന്നെയാണ് എൻസൈം. പക്ഷേ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസിൻ്റെ കേസിൽ ദ പ്രോട്ടീൻ പാർട്ട് ഈസ് കോൾഡ് അപ്പോ എൻസൈം ആൻഡ് ദ നോൺ പ്രോട്ടീൻ പാർട്ട് ഈസ് കോൾഡ് കോഫാക്ടർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എൻസൈമിന് പ്രോട്ടീൻ പാർട്ടുണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ടുണ്ട്. നോൺ പ്രോട്ടീൻ പാർട്ടിൻ്റെ പേര് കോഫാക്ടർ എന്നാണ്, ആ പ്രോട്ടീൻ പാർട്ടിൻ്റെ പേര് അപ്പോ എൻസൈം എന്നാണ്. അപ്പോ എൻസൈം പ്ലസ് കോഫാക്ടറിനെയാണ് നമ്മൾ ഹോളോ എൻസൈം അതല്ലെങ്കിൽ ദ എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രോട്ടീൻസിൻ്റെ കേസിൽ ഹോളോ എൻസൈമും അപ്പോ എൻസൈമും സെയിം ആണ്. Now let's see the features of an enzyme. ഒരു എൻസൈമിന് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളത്? അതിൻ്റെ ആദ്യത്തെ ഫീച്ചർ അതിൻ്റെ കാറ്റലിറ്റിക് പവറാണ്. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. അതിൻ്റെ ജോലി തന്നെ കാറ്റലൈസ് ചെയ്യാന്നുള്ളതാണ്. സാധാരണ കാറ്റലിസ്റ്റും വിട്ട് നമ്മുടെ എൻസൈം കാറ്റലൈസ് ചെയ്യുമ്പോൾ റിയാക്ഷൻ്റെ സ്പീഡ് 10⁻16 ടൈംസ് കൂടാറുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദി കാറ്റലൈസ്ഡ് ബയോകെമിക്കൽ റിയാക്ഷൻസ് ടു 10⁻16 ലെവൽസ്. അപ്പോൾ നമ്മുടെ സാധാരണ കാറ്റലിസ്റ്റ് കാറ്റലൈസ് ചെയ്യുന്നത് 1 ആണെങ്കിൽ നമ്മുടെ എൻസൈം കാറ്റലൈസ് ചെയ്യുന്നത് 10⁻16 ടൈംസ് ആണ് കൂടുതലായിട്ടുള്ളത്. ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ സിന്തറ്റിക് കാറ്റലിസ്റ്റ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഇതിൻ്റെ സ്പെസിഫിസിറ്റിയാണ്.
highly specific with respect to substrate and reaction. ഇപ്പോൾ എൻസൈംസ് ആർ ഹൈലി സ്പെസിഫിക്. ഒരു സബ്സ്ട്രേറ്റിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം വേറൊരു സബ്സ്ട്രേറ്റിനെ കാറ്റലൈസ് ചെയ്യില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എസ്റ്ററിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന എൻസൈം, അത് എസ്റ്ററിനെ മാത്രമേ ഹൈഡ്രോളൈസ് ചെയ്യുള്ളൂ, വേറുള്ള ഒരു കോമ്പൗണ്ടിനെ, അമൈഡിനെയോ ആസിഡിനെയോ ഒന്നും തന്നെ ഹൈഡ്രോളൈസ് ചെയ്യില്ല. പക്ഷേ ഈ ഇത് എസ്റ്ററിനെ ഹൈഡ്രോളൈസ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. എസ്റ്ററിനെ വേറൊരു റിയാക്ഷനും ആ എൻസൈം കാറ്റലൈസ് ചെയ്യില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക് വിത്ത് റെസ്പെക്ട് ടു സബ്സ്ട്രേറ്റ് ആൻഡ് റിയാക്ഷൻ. സബ്സ്ട്രേറ്റിനെയും സ്പെസിഫിക് ആണ്, ആ സബ്സ്ട്രേറ്റിൻ്റെ റിയാക്ഷനും സ്പെസിഫിക് ആണ്. ആ സബ്സ്ട്രേറ്റിൻ്റെ പർട്ടിക്കുലർ റിയാക്ഷനെ മാത്രമേ എൻസൈം കാറ്റലൈസ് ചെയ്യുള്ളൂ. ഇനി എൻസൈമിന് ഒരു ജോലിയും കൂടിയുണ്ട്, റെഗുലേഷൻ. They act as metabolic inhibitors and activators. അപ്പോൾ മെറ്റബോളിസം നടക്കാനായിട്ട് ചില സമയത്ത് ഇൻഹിബിഷൻ ചെയ്യും, ചില സമയത്ത് ആക്ടിവേറ്റർ ആയിട്ടും എൻസൈം ആക്ട് ചെയ്യാറുണ്ട്. ഇനി അതിൻ്റെ കറ്റാലിസിസിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? എൻസൈം വെച്ച് കാറ്റലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് pH ആണ്. എൻസൈംസ് വർക്ക് എഫിഷ്യൻ്റ്ലി അണ്ടർ an optimum pH of 7. അപ്പോൾ എൻസൈം കാറ്റലൈസ് ചെയ്യണമെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ pH വേണം. ആ pH മിക്കവാറും കേസിൽ 7 ആണ്. ആ pHനെ നമ്മൾ പറയുന്ന പേരാണ് ഓപ്റ്റിമം pH. ഇനി അടുത്തത് concentration of the substrate. Enzymes become active at very high concentrations of the substrate. അപ്പോൾ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും എൻസൈമിൻ്റെ ആക്ടിവിറ്റിയും കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ സബ്സ്ട്രേറ്റ് ഒരു ഹൈ കോൺസെൻട്രേഷൻ എത്തിക്കഴിഞ്ഞാൽ എൻസൈംസ് ബിക്കം ഇനാക്റ്റീവ്. ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ എബവ് സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ എൻസൈംസ് ഇനാക്റ്റീവ് ആകും. അടുത്തത് ടെമ്പറേച്ചറാണ്. അതായത് ഒപ്റ്റിമം കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഉണ്ട്. ഇപ്പോൾ എൻസൈമിന് ഒപ്റ്റിമം pH ഉണ്ട്, ഒപ്റ്റിമം കോൺസെൻട്രേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഒപ്റ്റിമം ടെമ്പറേച്ചറും ഉണ്ട്. Enzymes are denatured at high temperature and at very low temperatures they become inactive. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഇനാക്റ്റീവ് ആയിരിക്കും, കൂടിയാൽ എൻസൈം ഡീനേച്ചർ ചെയ്ത് പോകും. അപ്പോൾ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്. ആ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഈസ് 20 to 40 degree Celsius. അപ്പോൾ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എൻസൈം കറ്റാലിസിസ്. ഇത് ഫീച്ചേഴ്സ് ഓഫ് എൻസൈം ആണ്, ഇത് ഫീച്ചേഴ്സ് ഓഫ് എൻസൈം കറ്റാലിസിസ് ആണ്. കഴിഞ്ഞിട്ടില്ല. ഫീച്ചേഴ്സ് ഓഫ് എൻസൈം കറ്റാലിസിസ് പറയുമ്പോൾ എൻസൈംസ് ആർ റിക്വയർഡ് ഒൺലി ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ്. വളരെ കുറച്ച് എമൗണ്ട് മതി എൻസൈംസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സബ്സ്ട്രേറ്റ് കവേർഡ് ബൈ 1 mole ഓഫ് ആൻ എൻസൈം പെർ മിനിറ്റ് ഈസ് കോൾഡ് ടേൺ ഓവർ നമ്പർ ഓഫ് ദാറ്റ് എൻസൈം. അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ടേൺ ഓവർ നമ്പർ? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സബ്സ്ട്രേറ്റ് കവേർഡ് ബൈ 1 mole ഓഫ് ആൻ എൻസൈം പെർ മിനിറ്റ്. ഒരു 1 mole ഓഫ് എൻസൈം നമ്മൾ എടുത്താൽ അത് എത്ര സബ്സ്ട്രേറ്റിൻ്റെ മോൾസിനെ കവർ ചെയ്യുന്നു ഇൻ 1 minute. അതിനെയാണ് നമ്മൾ ടേൺ ഓവർ നമ്പർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എൻസൈമിൻ്റെ ടേൺ ഓവർ നമ്പറിൻ്റെ റേഞ്ച് 100 തൊട്ട് 30 ലക്ഷം വരെ ആവാറുണ്ട്. 100 തൊട്ട് 30 ലക്ഷം വരെ സബ്സ്ട്രേറ്റ്സിനെ 1 മിനിറ്റിൽ ഈ എൻസൈം കവർ ചെയ്യാറുണ്ട്. ഇനി എൻസൈംസ് ആർ ഹൈലി സ്പെസിഫിക്. നമ്മൾ ആദ്യം പറഞ്ഞു, അത് സബ്സ്ട്രേറ്റ് സ്പെസിഫിക് ആണ്, റിയാക്ഷൻ സ്പെസിഫിക് ആണ്, സ്റ്റീരിയോ സ്പെസിഫിക്കുമാണ്. ഒരു സബ്സ്ട്രേറ്റിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം വേറെ സബ്സ്ട്രേറ്റ്സിനെ കാറ്റലൈസ് ചെയ്യാറില്ല. ആ സബ്സ്ട്രേറ്റിൻ്റെ തന്നെ എല്ലാ റിയാക്ഷൻസിനെയും ഇത് കാറ്റലൈസ് ചെയ്യില്ല. ഒരു പർട്ടിക്കുലർ റിയാക്ഷനെ മാത്രമേ എൻസൈം കാറ്റലൈസ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ സ്റ്റീരിയോ സ്പെസിഫിക് ആണ്. സ്റ്റീരിയോ കെമിസ്ട്രിയും സ്പെസിഫിക് ആണ്. എൻസൈം തരുന്ന പ്രോഡക്റ്റിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി എപ്പോഴും സ്പെസിഫിക് ആയിരിക്കും. Okay, these are the features of enzyme catalysis. Optimum pH, optimum temperature, optimum concentration of the substrate, optimum concentration of enzymes and specificity of enzymes.